രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി നേതാക്കൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ വന്ന ഏറ്റവും വലിയ ആരോപണമാണ് സൈനിക വിജയം ഉയർത്തിക്കാട്ടുന്നുവെന്നത്. എന്നാൽ അതിന് മറുപടി നൽകുകയാണ് മോദി ഇപ്പോൾ. കർഷക ആത്മഹത്യകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചാരണ വിഷയമാക്കാമെങ്കിൽ സൈന്യത്തിന്റെ വിജയവും അവരുടെ ത്യാഗത്തെയും ഉയർത്തിക്കാട്ടുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണ് മോദി പറയുന്നത്. ദൂരദർശൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 40 വർഷമായി ഭീകരാക്രമണങ്ങളിലൂടെ ആയിരക്കണക്കിന് സൈനികരാണ് രക്തസാക്ഷികളായത്. കർഷകർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതൊരു പ്രശ്നമാണ്. എങ്കിൽ രാജ്യത്തിനു വേണ്ടി സൈനികർ മരണം വരിക്കുന്നത് ഒരു പ്രശ്നമാകാതിരിക്കുന്നത് എങ്ങനെയെന്ന് മോദി ചോദിക്കുന്നു. സൈന്യത്തെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 40 വർഷത്തോളമായി ഭീകരതയ്ക്കെതിരെ പോരാട്ടത്തിലാണ് നമ്മൾ. ഇതൊന്നും പൊതുജനങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് പറയുന്നതിൽ എന്താണ് യുക്തിയെന്നും മോദി അഭിമുഖത്തിൽ ചോദിക്കുന്നു. പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാർ വീര്യമൃത്യു വരിച്ചതിന്റെയും ബാലാക്കോട്ടിലെ വ്യോമാക്രമണവും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. രാജ്യത്തിന് ദേശീയതയില്ലാതെ മുന്നോട്ടു പോകാനില്ലെന്നാണ് മോദി ഇതിന് മറുപടിയായി പറയുന്നത്. ദേശീയതയില്ലാതെ ഏതെങ്കിലും രാജ്യത്തിന് മുന്നോട്ടു പോകാനാകുമോ? ഒളിമ്പിക്സിൽ മെഡൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള സാധ്യത ഒരു കായിക താരത്തിൽ വർദ്ധിപ്പിക്കുന്നത് ദേശീയതയാണെന്നും മോദി പറഞ്ഞു. ഒരു വിഭാഗം അമിത മതേതരവാദികളാണ് സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ജമ്മു കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിൽ നെഹ്റുവിന്റെ കാലത്ത് ഒന്നും ചെയ്തിരുന്നില്ല. കഴിഞ്ഞ 70 വർഷമായി ഒരേ രേഖയിൽ പോകാൻ നമ്മൾ നിർബന്ധിതരായി. അതിന് യാതൊരു ഫലവും ഉണ്ടായില്ല. ആർട്ടിക്കിൾ 370ന്റെയും 35A കാര്യത്തിൽ ഞങ്ങൾ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കുന്നു. കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപെടുമെന്ന PDPയുടെയും നാഷണൽ കോൺഫറൻസിന്റെയും പ്രസ്താവനകളെയും മോദി വിമർശിച്ചു. അവർ എപ്പോഴും ഇതേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അവർ കാലഹരണപ്പെട്ടവരാണെന്നും മോദി പരിഹസിച്ചു. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ അവർ ആഹ്വാനം ചെയ്തിട്ടും ജമ്മു കാശ്മീർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 75% പോളിംഗ് എന്നും മോദി ചൂണ്ടിക്കാട്ടി. ബൊഫേഴ്സ് കുംഭകോണത്തിലെ സ്വന്തം പിതാവിന്റെ പാപങ്ങൾ മറയ്ക്കാനാണ് തെറ്റായ ആരോപണവുമായി അദ്ദേഹം വന്നിരിക്കുന്നതെന്നും മോദി ആരോപിച്ചു. റഫാൽ വിവാദത്തിൽ തെളിവുകളൊന്നുമില്ലാതെ പൊള്ളയായ ആരോപണമാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതെന്നും മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.